നമ്മൾ പാതി വഴി ചെല്ലുമ്പോൾ തന്നെ അത്ഭുത പരതന്ത്രാവുന്ന പറഞ്ഞു. അപ്പോൾ ഈ പുരോഗതിയിലെ ഏത് ഘട്ടത്തില് നമ്മളിപ്പോ ഈ ഒരു ഘട്ടത്തിൽ ഈ 9 പടികൾ കഴിഞ്ഞ ഈ ഒരു ഘട്ടത്തില് നമ്മള് എന്താണ് ഇപ്പൊ കഠിനാധ്വാനത്തിന് തയ്യാറാണെങ്കിൽ കഠിനാധ്വാനം നമ്മളൊന്ന് കടന്നു പോകാം. എന്തായിരുന്നു വെച്ചാല് നമ്മളൊരു പുതിയൊരു സന്തോഷവും സ്വാതന്ത്ര്യമൊക്കെ നമ്മൾ അനുഭവിക്കാൻ പറ്റും. എങ്ങനെയാണ്? നമ്മൾ ഈ പടികളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ വസ്തുനിഷ്ഠമായിട്ട് അത് വളരെ സത്യസന്ധമായിട്ടൊക്കെ ചെയ്യുമ്പം എന്തുകൊണ്ട് പലപ്പോഴും ആളുകൾ പറയാറുണ്ട് ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല, ഞങ്ങൾക്കൊരു സമാധാനം കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കാരണം നമ്മളത് പ്രിസൈസ്ലി നമ്മളത് പ്രാക്ടീസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് 100% നമ്മൾ ഒരു ഇതിനു വേണ്ടി തയ്യാറാവുകയാണെങ്കിൽ പകുതി വഴി ചെല്ലുമ്പോൾ തന്നെ നമുക്കൊരു പുതിയൊരു സന്തോഷവും സ്വാതന്ത്ര്യമൊക്കെ നമ്മൾ അനുഭവിക്കും. ഈ പുതിയൊരു സന്തോഷവും സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാല് മദ്യപാന നാളുകളുടെ ആദ്യകാലങ്ങളിലൊക്കെ ചിലപ്പോൾ സന്തോഷങ്ങളും ഇതൊക്കെ നമ്മൾ അനുഭവിച്ചിട്ടുണ്ടാവും. പക്ഷെ ഇന്ന് അതല്ല. ഇന്ന് അതിനേക്കാളും ഒരു വ്യത്യസ്തമായ ഒരു സന്തോഷവും സ്വാതന്ത്ര്യമൊക്കെ നമ്മൾ ഇന്ന് അനുഭവിക്കുന്നു എന്നുള്ളത്. ദാറ്റ് വാസ് നോട്ട് ലൈഫ്, ദിസ് ഈസ് ലൈഫ് എന്നൊക്കെ നമ്മൾ പറയുന്നത് ആ ഒരു അർത്ഥത്തിലാണ്. അപ്പം പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ കഴിഞ്ഞ കാലഘട്ടത്തെ ഓർത്തൊന്നും നമ്മൾ ഒരുപാട് ഖേദിക്കേണ്ട കാര്യമൊന്നുമില്ല. അതൊന്നും എന്താ പറയാ, അതൊരു നഷ്ടമല്ല. അതൊക്കെ അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇന്ന് ഇത്തരം സന്തോഷങ്ങളൊക്കെ അനുഭവിക്കാൻ കഴിഞ്ഞത് എന്നുള്ള ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കുകയും ഈ പ്രശാന്തി നമുക്കറിയില്ല, ഇത് ശാന്തത മാത്രമല്ല ഏത് പ്രതിസന്ധി ഘട്ടത്തിലും. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാനും ഭാര്യയും കൂടി നമ്മളൊരു വളരെ ഒരു ഓൾഡ് ടൈമർ ആയിട്ടുള്ള വളരെ സീനിയർ ആയിട്ടുള്ള അയാളുടെ വീട്ടിൽ പോയി ഇന്നലെ രാത്രി ഞങ്ങൾ കുറെ നേരം ഇരുന്നു. അയാളുടെ മകള് പെട്ടെന്ന് മരണപ്പെട്ടു. അപ്പൊ ചെറിയൊരു കുട്ടിയാണ്, കല്യാണം കഴിഞ്ഞ് 2 ചെറിയ കുട്ടികളുള്ള ആളാണ്. അപ്പൊ അവർക്ക് അതിൽ നിന്ന് അവർക്ക് മുക്തരാവാൻ പറ്റുന്നില്ല. വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു രോഗം കൊണ്ടാണ്, ക്യാൻസർ ഒക്കെ വന്നിട്ടാണ് ആ കുട്ടി മരിക്കുന്നത്. അപ്പൊ അത് എന്ത് പറയാനാ, അതിൽ നിന്ന് അവർക്ക് മുക്തരാവാൻ കഴിയുന്നില്ല. ഈ പ്രശാന്തി എന്ന വാക്കിന്റെ അർത്ഥം നമ്മൾ നന്നായി ഗ്രഹിക്കുകയും സമാധാനം എന്തെന്ന് നാം അറിയുകയും ചെയ്യുന്ന പറയുമ്പോൾ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളാവട്ടെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങള് ദൈവഹിതത്തിനനുസരിച്ചിട്ട് നമുക്കത് ജീവിക്കാനേ പറ്റുള്ളൂ. അപ്പം അവര് പറഞ്ഞത് നമ്മൾ മറ്റാളുകളൊക്കെ ആശ്വസിപ്പിക്കുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് കഴിയുന്നുണ്ട്, അവനവന്റെ കാര്യം വരുമ്പോൾ നമുക്കത് കഴിയുന്നില്ല എന്ന് പറയുന്നിടത്തൊക്കെ ഒരു പ്രധാന വിഷയം എന്താ വെച്ചാൽ നമ്മൾ ആ പ്രോഗ്രാമിൽ എത്രത്തോളം ആഴത്തിലേക്ക് ഇറങ്ങുന്നു എന്നുള്ളതാണ്. അപ്പൊ അതിന് ഒരു അവസരം ദൈവം തന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ അതിനെ ആ രീതിയിൽ തന്നെ കാണാനേ സാധിക്കുകയുള്ളൂ. ഇപ്പൊ എന്റെ വീട്ടിലായാലും എൻ്റെ അമ്മ ഇത്തരം ഒരു ഒരു രോഗമൊക്കെ വന്നിട്ട് മരിച്ചിട്ട് ഇപ്പൊ 6 മാസം 7 മാസം ആവുന്നേ ഉള്ളൂ. അപ്പം വൈകാരികമായിട്ട് എത്ര നമ്മൾ പ്രിപ്പയർഡ് ആണെങ്കിലും ചില സമയങ്ങളിലൊക്കെ നമ്മൾ തകർന്നു പോകും. അപ്പൊ അവിടെയൊക്കെ ഈ പ്രശാന്തി എന്ന വാക്കിന്റെ അർത്ഥം നമ്മൾ നന്നായിട്ട് ഗ്രഹിക്കും. അത് നമ്മൾ അങ്ങനെയാണ് ഇതിനെ നമ്മൾ കാണാൻ. അല്ലാതെ ആനപ്പുറത്ത് കയറി ഇരുന്നിട്ട് നായി കടിച്ചിട്ടില്ലല്ലോ എന്ന് പറയുന്ന പോലുള്ള ഒരു വീമ്പിളക്കലല്ല. ഇതൊരു എന്താ പറയാ, ആക്ഷൻ ഈസ് ദ മാജിക് വേർഡ്. അല്ലാതെ വാചകമടി കൊണ്ട് അത്ഭുതങ്ങൾ നടക്കുന്ന ഒരു പരിപാടിയല്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. പിന്നെ മറ്റൊരു കാര്യം വെച്ചാൽ നമ്മൾ എത്ര താഴേക്ക് പോയി എന്നുള്ളതൊന്നും ഒരു പ്രശ്നമല്ല. പലതും നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം, ചിലപ്പോൾ റോട്ടിൽ എത്തിയിട്ടുണ്ടാവും, ഉടുതുണിയില്ലാതെ നടന്നിട്ടുണ്ടാവും, ഇതൊക്കെ ഉണ്ട്. അതൊക്കെ മുമ്പത്തെ കാര്യങ്ങളാണ്. ഇന്ന് നമ്മള് അതൊന്നും ഒരു പ്രശ്നമേ അല്ല. നമ്മളുടെ അനുഭവങ്ങളൊക്കെ മറ്റൊരാൾക്ക് വളരെയധികം എന്താ പറയാ ഗുണം ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം ഒന്നിനും കൊള്ളാത്തവരാണെന്ന ധാരണയും ഇതൊക്കെ സ്വയം സഹതാപമൊക്കെ നമുക്ക് അപ്രത്യക്ഷമാവും. സ്വാർത്ഥ കാര്യങ്ങളിലുള്ള നമ്മളുടെ താല്പര്യം നഷ്ടപ്പെടും. സഹജീവികളോടുള്ള സ്നേഹമൊക്കെ നമുക്ക് വർദ്ധിക്കും.
അപ്പൊ ഇതുപോലുള്ള പല കാര്യങ്ങളും ഭാഗ്യാന്വേഷണ പ്രവണത, അത് സെൽഫ് സീക്കിംഗ് വിൽ സ്ലിപ്പ് അവേ എന്നാണ് നമ്മൾ ഇംഗ്ലീഷിലൊക്കെ കൊടുത്തത്. അപ്പൊ വെച്ചാല് നമ്മളോട് തന്നെയുള്ള ഒരു സ്വാർത്ഥപരമായ നമ്മളെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു സ്വയം ഒരു പുകഴ്ത്തുന്ന പരിപാടികളൊക്കെ നമ്മളിൽ മാറുന്നതാണ്. പക്ഷെ മലയാളത്തിന്റെ ട്രാൻസ്ലേഷൻ വന്നിട്ട് അതൊരു ഭാഗ്യാന്വേഷണം എന്നൊക്കെയാണ് കൊടുത്തു പോയത്. ജീവിതത്തോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ്, ഓൾട്ടേർഡ് ആറ്റിറ്റ്യൂഡ്, മനോഭാവമൊക്കെ നമുക്ക് മാറും. ആളുകളെ കുറിച്ച്, സാമ്പത്തിക സുരക്ഷത്തെ കുറിച്ചൊക്കെ, ആളുകളെ കുറിച്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ആളുകളെ പണം തരാനുള്ളവരായിക്കോട്ടെ, പണം കൊടുക്കാനുള്ളവരായിക്കോട്ടെ, ഈ ആളുകളെയൊക്കെ കാണുമ്പോൾ തന്നെ, ഓർക്കുമ്പോൾ തന്നെ നമുക്ക് പേടിയാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരുതരം മനോഭാവങ്ങളൊക്കെ നമുക്ക് മാറും. അതൊക്കെ നമ്മളെ നിത്യജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്നതാണ്. അപ്പൊ അത് കൂടാതെ തന്നെ മറ്റൊരു കാര്യം എന്താന്ന് വെച്ചാല്, എന്താ പറയാ, നമ്മളുടെ അന്താളിപ്പിച്ചിരുന്ന പല സാഹചര്യങ്ങളും നമ്മളെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് നമുക്ക് ഒരു ഉൾവിളി എന്ന പോലെ നമുക്ക് തോന്നും. ഇപ്പം പെട്ടെന്ന് ചില സാഹചര്യങ്ങൾ നമുക്ക്, ഈ സാഹചര്യത്തിൽ നമ്മൾ എന്താ ചെയ്യുക ഇഷ്ട, നമ്മളാണെങ്കിൽ അങ്ങനെ ഇങ്ങനെ നമുക്ക് അതില്ല ഇതില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ അന്താളിച്ച് നിൽക്കും. പക്ഷെ ആ സമയത്താണ് അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു മനോഭാവത്തോടു കൂടി നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് ചെയ്തു കളയാം എന്നുള്ള ഒരു ധൈര്യം എവിടെന്നോ ആരോ ആജ്ഞാപിക്കുന്ന പോലെയൊക്കെ തോന്നിയിട്ട് നമ്മൾ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം പിന്നെ അതൊക്കെ കൂടാതെ സ്വയം ചെയ്യാൻ കഴിയാതിരുന്ന കാര്യങ്ങൾ ദൈവം നമുക്ക് വേണ്ടി ചെയ്തു തരുന്നതായിട്ട് നമുക്ക് ബോധ്യപ്പെടും. ഇതൊക്കെ ആദ്യ ദിവസം തന്നെ നമുക്ക് ബോധ്യപ്പെട്ട കാര്യമാണ്. ദൈവം നമുക്ക് സുബോധാവസ്ഥ തന്നത് മുതൽ നമുക്ക് അനുഭവിക്കാൻ പറ്റിയ കാര്യങ്ങളാണ്. അപ്പൊ ഇതൊക്കെ അതിര് കടന്ന വാഗ്ദാനങ്ങളാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ലെന്നാണ് നമ്മൾ കരുതുന്നത്, അല്ലേ? കാരണം നമ്മൾക്കിടയിൽ അതൊക്കെ സഫലമാക്കപ്പെടുന്നു. ചിലപ്പോൾ അത് വളരെ പെട്ടെന്നാണ്, മറ്റു ചിലപ്പോൾ അല്പം വൈകിയായിരിക്കും. എന്തായാലും നാം അതിനു വേണ്ടി ശ്രമിച്ചാൽ അവ എല്ലായ്പ്പോഴും സാധ്യമാകുന്നു എന്നാണ് നമ്മളോട് പറഞ്ഞത്. അപ്പം ഈ ഒരു അധ്യായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് 9th സ്റ്റെപ്പ് പ്രോമിസ് എന്നാണ് ഇതിനെ അറിയപ്പെടുക. പലതരത്തിലുള്ള പ്രോമിസുകൾ നമ്മളുടെ കയ്യിലുണ്ട്. എങ്കിലും വളരെ വിശേഷാൽ നമ്മൾ അറിയപ്പെടുന്നത് ഈ ഒരു 12 വാഗ്ദാനങ്ങളായിട്ടാണ്. ഈ 12 പടികളും പാരമ്പര്യങ്ങളും പോലും എവിടെ എഴുതി തൂക്കിയിട്ടിട്ടില്ല. പക്ഷെ ബിഗ് ബുക്കിൽ ഇത്തരം കാര്യങ്ങളെ എണ്ണി എണ്ണി നോക്കുമ്പോൾ ഏതാണ്ട് 12ഓളം വാഗ്ദാനങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ ഭാഗിച്ച് നമുക്ക് എഴുതിയപ്പോൾ അങ്ങനെ കിട്ടി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിന് അത്ര ഇമ്പോർട്ടൻസ് ഒക്കെ നമ്മൾ കൊടുത്താൽ മതി. എന്തായാലും അതിവിശാലമായ ഒരു കാര്യങ്ങളാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. അത് നമുക്ക് അനുഭവിക്കാൻ കഴിയും എന്നുള്ളത് 100% ഉറപ്പായിട്ടാണ് നമ്മളോട് പറയുന്നത്. അതൊക്കെയാണ് നമ്മൾ വായിച്ചത്. ഇനി അടുത്തൊരു ഭാഗം 83-ാമത്തെ പേജിലേക്ക് കടക്കുക. ഈ ചിന്ത എന്ന് തുടങ്ങിയിട്ട് ഞങ്ങൾ പ്രതികരിക്കുന്നത് വരെയുള്ള ഭാഗം വായിക്കുക പ്ലീസ്. വായിക്കാം. ഈ ചിന്ത ഞങ്ങളെ 10ാമത്തെ പടിയിലേക്ക് കൊണ്ടുവരുന്നു. നാം മുന്നോട്ട് പോകുമ്പോൾ പറ്റുന്ന തെറ്റുകൾ ശരിയാക്കുക എന്നും വ്യക്തിപരമായ തെറ്റുകുറ്റങ്ങളെക്കുറിച്ചുള്ള കണ്ടെത്തൽ തുടരുക എന്നുമാണ് അത് അനുശാസിക്കുന്നത്. നമ്മുടെ കഴിഞ്ഞ കാലത്തെ ഞങ്ങൾ ശുചീകരിച്ചപ്പോൾ ഈ തരത്തിലുള്ള ജീവിത രീതി ഊർജ്ജസ്വലമായി ഞങ്ങൾ ആരംഭിച്ചു. ഞങ്ങൾ ആത്മീയതയുടെ ലോകത്തിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. ധാരണയിലും ഫലപ്രാപ്തിയിലും വളരുക എന്നതാണ് ഞങ്ങളുടെ അടുത്ത കർത്തവ്യം. ഇത് ഒറ്റ രാത്രി കൊണ്ട് ചെയ്തു തീർക്കാവുന്ന ഒരു കാര്യമല്ല. ഇത് ഞങ്ങളുടെ ജീവിതകാലം മുഴുവൻ തുടരണം. സ്വാർത്ഥതയും സത്യമില്ലായ്മയും വിദ്വേഷവും ഭയവും നിരീക്ഷിച്ചുകൊണ്ട് ഇത് തുടരുന്നു. ഇവയിൽ ഏതെങ്കിലും എപ്പോഴെങ്കിലും തലപൊക്കുമ്പോൾ അവ നീക്കിത്തരുന്നതിന് വേണ്ടി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ആത്മാർത്ഥമായി അടുത്ത ആരോടെങ്കിലും ഞങ്ങൾ ഇവയെപ്പറ്റി ചർച്ച നടത്തും. ഞങ്ങൾ ആരെയെങ്കിലും ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടും വൈകാതെ പരിഹാരം ചെയ്യും. എന്നിട്ട് ഞങ്ങൾക്ക് സഹായിക്കാൻ സാധിക്കുന്ന ആരുടെയെങ്കിലും കാര്യത്തിലേക്ക് ചിന്തകൾ ഞങ്ങൾ തിരിച്ചുവിടുന്നു. സ്നേഹവും മറ്റുള്ളവരോടുള്ള സഹിഷ്ണുതയുമാണ് ഞങ്ങളുടെ നിയമ സംഹിത. ആരെങ്കിലുമായോ എന്തെങ്കിലുമായോ പോരാടുന്ന പതിവ് ഞങ്ങൾ നിർത്തി, മദ്യത്തോട് പോലും. കാരണം ഇപ്പോഴേക്കും സുബോധാവസ്ഥ തിരിച്ചു വന്നിട്ടുണ്ടാകും. മദ്യത്തിൽ ഞങ്ങൾക്കൊട്ടും താല്പര്യമുണ്ടാകാതിരിക്കാനാണ് സാധ്യത. എപ്പോഴെങ്കിലും ഒരു പ്രലോഭനം തോന്നിയാൽ ഞങ്ങൾ
ഒരു അഗ്നിനാളം കണ്ടതുപോലെ അതിൽ നിന്ന് പിൻവലിയുന്നു. സാധാരണ പോലെ സുബോധത്തോടെ ഞങ്ങൾ പ്രതികരിക്കുന്നു. ഇത് സ്വാഭാവികമായ രീതിയിൽ സംഭവിക്കുന്ന ഒന്നാണ്. ഞങ്ങളുടെ ശ്രമമോ ചിന്തയോ ഒന്നും കൂടാതെയാണ് മദ്യത്തോടുള്ള ഞങ്ങളുടെ മനോഭാവവും ഞങ്ങൾക്ക് കിട്ടിയതെന്ന് കരുതുന്നു. അതങ്ങനെ വരികയാണ്. അതിലെ അത്ഭുതവാഹമായ അംശം ഇതാണ്: ഞങ്ങൾ ഒന്നിലും എതിരിടുന്നില്ല. മദ്യം വേണമെന്ന തോന്നലിനെ പോലും ഞങ്ങൾ അവഗണിക്കുന്നില്ല. ഒരുതരം സമതുലനാവസ്ഥയിൽ എത്തപ്പെട്ടതുപോലെ ഞങ്ങൾക്ക് തോന്നുന്നു. സുരക്ഷിതമായും എല്ലാറ്റിൽ നിന്നും സംരക്ഷിക്കപ്പെട്ടുകൊണ്ടും ഞങ്ങൾ പ്രതിജ്ഞകൾ പോലും എടുത്തിട്ടില്ല. പക്ഷേ ഞങ്ങളുടെ പ്രശ്നം ഞങ്ങളിൽ നിന്ന് ദൂരീകരിക്കപ്പെടുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് നിലനിൽക്കുന്നില്ല. ഞങ്ങൾ യുദ്ധോത്സുകരോ ഭയപരവശരോ അല്ല. അതാണ് ഞങ്ങളുടെ അനുഭവം. ഒരാത്മീയ അവസ്ഥയിൽ തുടർന്നുകൊണ്ട് ഇങ്ങനെയാണ് ഞങ്ങൾ പ്രതികരിക്കുന്നത്. ഓക്കെ, താങ്ക്സ്. ഓക്കെ ഖലീൽക്ക, താങ്ക് യു. സുഹൃത്തുക്കളെ, അപ്പം നമ്മളിപ്പം നേരത്തെ വാഗ്ദാനങ്ങളൊക്കെ വായിച്ചു നിർത്തിയപ്പം ഒരു കാര്യം പറഞ്ഞു. നമ്മുടെ 9-ാം പടിയുടെ ഒരു വാഗ്ദാനം, 9th സ്റ്റെപ്പ് പ്രോമിസ് ആണ് നമ്മൾ വായിച്ചത്. ഈ 9 പടികൾ കഴിയുമ്പം തുടർന്ന് 10, 11, 12 പടികൾ നമ്മളുടെ ആൽക്കഹോളിക് അനോണിമസിന്റെ ആത്മീയ ജീവിതത്തില് ഡെയിലി റിപ്രീവ് എന്ന് പറയും. അതായത് ദിവസവും ദൈനംദിന ചിന്തയ്ക്ക് അല്ലെങ്കിൽ ദിവസവും നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ പരിപാലിക്കേണ്ട പടികളാണ് 10ഉം 11ഉം 12ഉം പടികൾ. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ ഒരു ചിന്ത നമ്മളെ 10ാമത്തെ പടിയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നു എന്നുള്ളതാണ്. തുടർന്നുള്ള ഈ നേരത്തെ ഈ പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇനി പ്രവേശിക്കുന്നത് 10ാമത്തെ പടിയിലാണ്. അപ്പൊ 10ഉം 11ഉം 12ഉം ദിവസവും നമ്മൾ മരണം വരെ നിത്യവും പരിപാലിച്ച് കൊണ്ടുപോകേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുമ്പം നമ്മൾക്ക് വീണ്ടും വീണ്ടും പറ്റുന്ന തെറ്റുകൾ ശരിയാക്കുക എന്നും വ്യക്തിപരമായ തെറ്റുകുറ്റങ്ങളെ കുറിച്ചുള്ള കണ്ടെത്തൽ തുടരുക എന്നുമാണ് അത് അനുശാസിക്കുന്നത്. നമ്മൾ വീണ്ടും വീണ്ടും തെറ്റുകൾ ചെയ്യാൻ സാധ്യതയുള്ളവരാണ്. അത് ഉടനെ തന്നെ ശരിയാക്കുക. അതിലുപരി നമ്മളെ കുറിച്ചുള്ള വ്യക്തിപരമായ തെറ്റുകുറ്റങ്ങളെ കുറിച്ചുള്ള കണ്ടെത്തലുകൾ വീണ്ടും തുടരുക എന്നുള്ളതാണ് 10ാമത്തെ പടി അനുശാസിക്കുന്നത്. നമ്മുടെ കഴിഞ്ഞ കാലത്തെ നമ്മൾ ശുചീകരിച്ചപ്പോൾ ഈ തരത്തിലുള്ള ജീവിത രീതി ഊർജ്ജസ്വലമായി നമ്മൾ ആരംഭിച്ചു എന്നുള്ളത് ശരിയാണ്, അല്ലേ? നമ്മൾ 4ാമത്തെ പടിയിൽ ഇത് വളരെ കൃത്യമായിട്ട് നമ്മൾ കണ്ടെത്തിയതാണ് ഇത്തരം കാര്യങ്ങൾ. പക്ഷേ ഇവിടെയുള്ള പ്രശ്നം നമ്മൾ ആത്മീയതയുടെ ലോകത്തിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. അതാണ് പ്രശ്നം. നമ്മൾ ആത്മീയപരമായ ലോകത്തിലേക്ക് നമ്മൾ കടന്നു. അപ്പൊ ഇനി അവിടെ ധാരണയിലും ഫലപ്രാപ്തിയിലൊക്കെ നമ്മൾ എന്ത് വേണം? ആ ഒരു രീതിയിൽ വളരുക എന്നതാണ് നമ്മളുടെ അടുത്ത ഒരു കർത്തവ്യമായിട്ട്, നമ്മളുടെ ഉത്തരവാദിത്വമായിട്ട് നമ്മളോട് പറയുന്നത്. അപ്പം ഇത് ഒരു രാത്രി കൊണ്ട്, ദിസ് ഈസ് നോട്ട് എ സിംഗിൾ നൈറ്റ് മാറ്റർ എന്നാ, ഇതൊരു രാത്രി കൊണ്ട് ചെയ്തു തീർക്കാവുന്ന ഒരു കാര്യമല്ല. ഇത് ഞങ്ങളുടെ ജീവിതകാലം മുഴുവനും തുടരണം. കാരണം എന്തായിരുന്നു? സ്വാർത്ഥതയും സത്യമില്ലായ്മയും വിദ്വേഷവും ഭയവും നിരീക്ഷിച്ചുകൊണ്ട് ഇത് തുടരുന്നു. നമ്മൾ ഇത് എങ്ങനെയാണ് തുടരുക? ദൈനംദിനമായ ജീവിതത്തിൽ മരണം വരെ ഇത് എങ്ങനെ തുടരുന്നു എന്ന് ചോദിച്ചാൽ, സ്വാർത്ഥതയും സത്യമില്ലായ്മയും വിദ്വേഷവും ഭയവും നിരീക്ഷിച്ചുകൊണ്ടാണ് നമ്മളിത് തുടരുന്നത്, നമ്മളിലുള്ള എല്ലാ വൈകല്യങ്ങളും. അപ്പൊ ഇവര് ഏതെങ്കിലുമൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ തലപൊക്കാൻപോ അവ നീക്കിത്തരുന്നതിന് വേണ്ടി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ചിലപ്പോഴൊക്കെ വർഷങ്ങൾ കഴിഞ്ഞിട്ടും സുബോധത്തിന്റെ അവസ്ഥയിൽ ഈ അസൂയ, വിദ്വേഷം, വെറുപ്പ്, പക, നീരസം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തലപൊന്തിക്കുമ്പം നമ്മൾ ആകെ നേരത്തെ പറഞ്ഞ മാതിരി വല്ലാതെ ഒരു അഗ്നിനാളം കണ്ടാൽ എന്ന പോലെ നമ്മൾ അതിൽ നിന്ന് പിൻവാങ്ങിയിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഇതിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തണമേ എന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു. ആത്മാർത്ഥമായി അടുത്ത ആരോടെങ്കിലും ഞങ്ങൾ ഇവയെ പറ്റി ചർച്ചയും നടത്തും. അതായത് സ്പോൺസർ എടുത്തോ നമുക്ക് പറ്റുന്ന വിശ്വാസയോഗ്യമായ ആളുകളടുത്തൊക്കെ നമ്മൾ ചർച്ചയും നടത്തും. അപ്പൊ നമ്മൾ ആരെയെങ്കിലും ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടും വൈകാതെ പരിഹാരം ചെയ്യണം. കാരണം എന്നിട്ട് ഞങ്ങൾക്ക് സഹായിക്കാൻ സാധിക്കുന്ന ആരുടെങ്കിലും അടുത്തിലേക്ക് ചിന്തകൾ ഞങ്ങൾ തിരിച്ചുവിടുന്നു. നമ്മൾ
നിൽക്കുന്ന ഒരവസ്ഥയിൽ നമ്മൾ ഉടനെ തന്നെ നമ്മൾ സ്പോൺസർ എടുത്തോ മറ്റാളുകളുടെ അടുത്തൊക്കെ ഇതൊക്കെ ചർച്ച ചെയ്തതിന് ശേഷം വീണ്ടും ആ അസ്വസ്ഥതയിൽ നിന്ന് നമുക്ക് മറികടക്കാൻ കഴിയാതെ വരുമ്പം ഇപ്പോഴും സഹായം ആവശ്യമുള്ള ആരുടെയെങ്കിലും കാര്യത്തിന് വേണ്ടി നമ്മൾ ചിന്തകൾ നമ്മൾ തിരിച്ചുവിടുന്നു. സ്നേഹവും മറ്റുള്ളവരോടുള്ള സഹിഷ്ണുതയുമാണ് ഞങ്ങളുടെ നിയമസംഹിത. അതായത് നമ്മളുടെ ജീവിത രീതിയിൽ ആത്മീയപരമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പം സ്നേഹവും നമ്മളുടെ സഹിഷ്ണുതയും മറ്റുള്ളവരോടുള്ള സഹിഷ്ണുതയുമാണ് നമ്മളുടെ നിയമസംഹിതയായിട്ട് നമ്മളുടെ മുമ്പിൽ വെക്കേണ്ടത്. അല്ലാതെ ഞാൻ എൻ്റെതായ ഒന്നുമല്ല. നമ്മളുടെ മറ്റുള്ളവർക്ക് വേണ്ടി ദാനമായി കിട്ടിയത് ദാനമായി കൊടുക്കുക എന്നുള്ള രീതി. അതുകൊണ്ട് തന്നെ എന്താണ്, ആരെങ്കിലും ആയോ എന്തെങ്കിലും ആയോ ഒക്കെയുള്ള പോരാടുന്ന പതിവ് നമ്മൾ നിർത്തി തീർച്ചയായിട്ടും. കാരണം എന്താ, ഇപ്പോഴേക്കും സുബോധാവസ്ഥ തിരിച്ചു വന്നിട്ടുണ്ടാകും. ഇതിനോടൊക്കെയുള്ള നമുക്ക് അവസാനിപ്പിക്കേണ്ടത് നിർബന്ധമാണ്. ഈ ഒരു കാലഘട്ടമൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ അങ്ങനെ ആവേണ്ടതുണ്ട് എന്നുള്ളതാണ് പ്രോഗ്രാം പറയുന്നത്. നമ്മളൊക്കെ എത്രത്തോളം അങ്ങനെ ആയി എന്നുള്ളത് ഒരു ECG എടുക്കുന്ന മാതിരി ഇപ്പൊ ആരും അളന്നു നോക്കാനൊന്നും അല്ല നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. പക്ഷെ എവിടെയെങ്കിലൊക്കെ കുറവുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പരിഹരിച്ച് നമ്മൾ വീണ്ടും ഒന്ന് യഥാർത്ഥ സ്ഥാനത്തേക്ക് നമ്മൾ വരേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് ഒരു ഓർമ്മപ്പെടുത്തലാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആരെങ്കിലും ആയോ എന്തെങ്കിലും ആയൊക്കെ ഉള്ള പോരാട്ടം പതിവൊക്കെ നമ്മൾ നിർത്തി. കാരണം മദ്യത്തോട് പോലും, കാരണം ഇപ്പോഴേക്കും സുബോധാവസ്ഥ തിരിച്ചു വന്നിട്ടുണ്ടാകും. അതാണ്, മദ്യത്തിനോട് പോലും നമ്മൾ പോരാട്ടം നടത്തേണ്ട കാര്യമൊന്നുമില്ല. ഈ സമയമൊക്കെ ആകുമ്പോഴേക്കും ഈ സുബോധാവസ്ഥ നമുക്ക് തിരിച്ചു വന്നിട്ടുണ്ടാകും. കാരണം മദ്യത്തിൽ ഞങ്ങൾക്കൊട്ടും താല്പര്യം ഉണ്ടാകാതിരിക്കാനാണ് സാധ്യത. എപ്പോഴെങ്കിലും ഒരു പ്രലോഭനം തോന്നിയാൽ ഞങ്ങൾ ഒരു അഗ്നിനാളം കണ്ടാൽ എന്ന പോലെ അതിൽ നിന്നും പിൻവലിയുന്നു. അപ്പം ഈ ഒരു 9 പടികളും ഇതെല്ലാം ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുന്ന സന്ദർഭത്തില് സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രശാന്തിയും അല്ലെങ്കിൽ സമാധാനവും ഒക്കെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് നമുക്ക് ഒരിക്കലും മദ്യത്തിലൊന്നും നമുക്ക് ഒട്ടും താല്പര്യമൊന്നും ഉണ്ടാവില്ല. സുബോധാവസ്ഥയൊക്കെ നമുക്ക് വളരെ പക്വമായിട്ടൊക്കെ നമുക്ക് കൊണ്ടു നടക്കാനൊക്കെ സാധിക്കുന്നുണ്ടാവും. പക്ഷേ എപ്പോഴെങ്കിലും ഒരു പ്രലോഭനം, അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു തോന്നല്, അതൊന്നും തോന്നാതിരിക്കില്ല എന്നുള്ളത് നിർബന്ധം. ഇനിയിപ്പോ സ്വയം തോന്നിയിട്ടില്ലെങ്കിലും അത്തരം സന്ദർഭങ്ങളിൽ എവിടെയെങ്കിലും ചെന്ന് പെടുമ്പം നമ്മൾ അതിലേക്ക് വലിച്ചു മുറുകുന്നതായിട്ട് നമുക്ക് തോന്നാറുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പം ഞങ്ങളൊരു അഗ്നി നാളം കണ്ടാലെന്ന പോലെ അതിൽ നിന്നും പിൻവലിയുന്നു. കാരണം സാധാരണ പോലെ സുബോധത്തോടെ ഞങ്ങൾ പ്രതികരിക്കുന്നു. ഇതാണ്. അങ്ങനെയൊക്കെ ഉള്ള സന്ദർഭം വരുമ്പോൾ സുബോധത്തോടു കൂടി നമ്മൾ നല്ല രീതിയിൽ തന്നെ അത്തരം സാഹചര്യങ്ങളെ പ്രതികരിച്ചുകൊണ്ട് നമ്മൾ അതിൽ നിന്ന് രക്ഷപ്പെടുന്നു. അപ്പം സാധാരണ പോലെ ഇത് സ്വാഭാവികമായ രീതിയിൽ സംഭവിക്കുന്ന ഒന്നാണ്. നമ്മളുടെ സമൂഹ ചിന്തയൊന്നും കൂടാതെയാണ് മദ്യത്തോടുള്ള ഞങ്ങളുടെ മനോഭാവം ഞങ്ങൾക്ക് കിട്ടിയെന്ന് തോന്നുന്നു. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയൊരു സംഘർഷത്തോട് കൂടിയിട്ട് നോ പറയാനോ അതൊന്നും ആവശ്യമില്ല. നമുക്കിപ്പം കുറെ കഴിയുമ്പോൾ നമ്മുടെ സുഹൃത്തുക്കളൊന്നും നമ്മളെ അങ്ങനെ വല്ലാതെ വിളിച്ച് ശല്യം ചെയ്യൊന്നുമില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് പറയാനുള്ള ഒരു കാര്യമാണ് നമുക്കിവിടെ പറയാം. സാധാരണ പോലെ സുബോധത്തോടു കൂടി ഞങ്ങളത് പ്രതികരിക്കും. ഇത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഒന്നാണ്. കാരണം ഞങ്ങളുടെ ശ്രമമോ ചിന്തയൊന്നും കൂടാതെയാണ് ഇത്തരം മദ്യത്തോടുള്ള ഞങ്ങളുടെ മനോഭാവം ഞങ്ങൾക്ക് കിട്ടിയതെന്ന് കരുതുന്നു. അതെങ്ങനെ വരികയാണ്? അതൊരു സ്വാഭാവിക പ്രക്രിയയാണ്. അല്ലാതെ നമ്മളിങ്ങനെ ഒരു മസില് പിടിച്ച് പറയേണ്ട കാര്യങ്ങളൊന്നുമല്ല. അതിൽ അത്ഭുതാവഹമായ അംശം ഇതാണ്: ഞങ്ങൾ ഒന്നിനോടും എതിരിടുന്നില്ല. മദ്യം വേണമെന്ന തോന്നലിനെ പോലും ഞങ്ങൾ അവഗണിക്കുന്നില്ല. അതായത് നമുക്ക് അതിനോടൊന്നും നമുക്ക് ഏറ്റുമുട്ടലുകളോ അതൊന്നും നമ്മൾ നടത്തുന്നില്ല. മദ്യം വേണമെന്ന തോന്നലിനെ പോലും നമ്മൾ ചവിട്ടി അടക്കി വെച്ചിട്ടുള്ള ഒരു സമീപനം നമ്മൾ കാണിക്കുന്നില്ല. കാരണം ഒരുതരം അവസ്ഥയിൽ എത്തപ്പെട്ടതുപോലെ ഞങ്ങൾക്ക് തോന്നുന്നു. അവിടെയാണ് സൊബ്രൈറ്റി എന്ന് പറയുന്നത്. ഇറ്റ്സ് എ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് എന്ന് പറയുന്നത്. അല്ലാതെ സുബോധാവസ്ഥ എന്ന് പറയുമ്പോൾ ഞാനൊരു കുടിയൻ, ഞാനിന്ന് കുടിച്ചിട്ടില്ല എന്ന് പറയുന്നതിൽ ഒതുങ്ങുന്നതല്ല അത്. ഇറ്റ്സ് എ സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. നമ്മളുടെ ജീവിതത്തിലെയും മറ്റുള്ള ഭൗതികമായ സാഹചര്യങ്ങളിലൊക്കെ ഉണ്ടാകുന്ന അനേകം പ്രക്ഷുബ്ധമായ അവസ്ഥകളെയൊക്കെ വളരെ സമതുലനാവസ്ഥയിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം
ഈ ഒരുതരം സമതുലനാവസ്ഥയിൽ എത്തിപ്പെട്ടതുപോലെ ഞങ്ങൾക്ക് തോന്നുന്നു. സുരക്ഷിതമായും എല്ലാത്തിൽ നിന്നും സംരക്ഷിക്കപ്പെട്ടുകൊണ്ടും ഞങ്ങൾ പ്രതിജ്ഞകൾ പോലും എടുത്തിട്ടില്ല. അപ്പം നമ്മള് ഈ എന്താ പറയാ, ഒരുതരം സമതുലനാവസ്ഥയിൽ നമ്മൾ എത്തിപ്പെട്ടതുപോലെ നമ്മൾക്ക് തോന്നുമെങ്കിലും സുരക്ഷിതമായും എല്ലാത്തിൽ നിന്നും പെട്ടുകൊണ്ട് ഞങ്ങൾ പ്രതിജ്ഞകൾ പോലും എടുത്തിട്ടില്ല. പക്ഷേ ഞങ്ങളുടെ പ്രശ്നം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പ്രശ്നം ഞങ്ങളിൽ നിന്ന് ദൂരീകരിക്കപ്പെടുന്നു. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് നിലനിൽക്കുന്നില്ല. പക്ഷേ ഞങ്ങൾ യുദ്ധോത്സുകരോ ഭയപരവശരോ അല്ല. അതാണ് ഞങ്ങളുടെ അനുഭവം. ഒരു ആത്മീയ അവസ്ഥയിൽ തുറന്നുകൊണ്ട് ഇങ്ങനെയാണ് ഞങ്ങൾ പ്രതികരിക്കുന്നത്. അപ്പം ഈ 10ാമത്തെ പടിയുടെ ഒരു സംക്ഷിപ്തമായ രൂപം നമ്മളുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നത് നല്ലതാണ്. എന്താണ്? സ്വന്തമായി വിലയിരുത്തൽ തുടർന്ന് ചെയ്യുകയും തെറ്റ് ചെയ്യുമ്പോഴെല്ലാം ഉടനെ സമ്മതിക്കുകയും ചെയ്യും. അപ്പൊ ഇവിടെ നമുക്കൊരു ധാരണയിലും ഫലപ്രാപ്തിയിലൊക്കെ നമുക്ക് വളരാൻ നമ്മൾ തയ്യാറാവണം. കുടിക്കാതെ ഇരുന്നുകൊണ്ട് മാത്രം കാര്യമില്ല. നമ്മളുടെ ജീവിത അവസാനം വരെ നമ്മൾ പ്രായോഗികമായിട്ട് ചെയ്യേണ്ട രീതിയാണ് ഇത്. രാത്രി കൊണ്ട് ചെയ്തു തീർക്കാവുന്ന കാര്യങ്ങളല്ല. പിന്നെ വിദ്വേഷം, പക, വെറുപ്പ്, അങ്ങനെയുള്ള അസൂയ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, അതിലേറെ കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ തലപൊന്തിക്കും. അവിടെയൊക്കെ നമ്മൾ ഒരു അസാധാരണമായ ഒരു അസ്വസ്ഥത അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കും. അപ്പൊ ഇതൊക്കെ നീക്കിത്തരാൻ വേണ്ടി ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കുക. ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കാവുന്ന കാര്യങ്ങളാണ്. അപ്പം ഇതൊക്കെ നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മൾ ആരോടെങ്കിലൊക്കെ ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് ചർച്ച ചെയ്യാൻ സ്പോൺസറെ നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അങ്ങനെ ഒക്കെ നമ്മൾ മുന്നോട്ട് പോകണം 10ാമത്തെ പടിയിൽ എന്നാണ് നമ്മളോട് പറയുന്നത്. അപ്പൊ അതൊരു എന്താ പറയാ, മദ്യം വേണമെന്ന തോന്നലിനെ പോലും നമ്മൾ അവഗണിക്കേണ്ട കാര്യമൊന്നുമില്ല. അതിനോടൊന്നും ഏറ്റുമുട്ടേണ്ട കാര്യമില്ല. നമുക്കൊരു അസാധാരണമായ ഒരു സുരക്ഷിതത്വവും മാറിയ മനോഭാവമൊക്കെ ഈ കൂട്ടായ്മയുടെ ഭാഗമായിട്ട് നമുക്ക് ലഭിക്കും എന്നാണ് നമ്മളോട് പറയുന്നത്. അപ്പൊ ഇതാണ് ഒരു ആത്മീയ അവസ്ഥയിൽ തുടർന്നുകൊണ്ട് ഇങ്ങനെയാണ് ഞങ്ങൾ പ്രതികരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ കൈകാര്യം ചെയ്തത്. അപ്പൊ ഏതായാലും സുഹൃത്തുക്കളെ, നമുക്കിന്ന് 83ാമത്തെ പേജിൽ ഞങ്ങൾ പ്രതികരിക്കുന്നത് എന്ന് വരെയുള്ള ഇത് വെച്ചിട്ട് നമുക്ക് ഇന്ന് നിർത്താം. ബാക്കി അടുത്ത ശനിയാഴ്ച നമുക്ക് തുടരാം. ഇന്ന് രാവിലെ മുതൽ തന്നെ ഇത്തരം പരിപാടികളൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാവരും ക്ഷീണിതരാണ്. തുടർന്ന് ഇന്ന് വായിച്ച ഭാഗത്തെ കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടി മോഡറേറ്ററുടെ നേതൃത്വത്തിൽ ആരെങ്കിലും മുന്നോട്ട് വരിക. താങ്ക് യു. തൽക്കാലം നിർത്തട്ടെ. ഉണ്ണി. താങ്ക് യു സതീഷ് ചേട്ടാ.